എന്ത് കേട്ടാലും ഞാനിങ്ങനെ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ അങ്ങ് വിടും. അത് പ്രത്യേകിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പറയും, ഒന്നും കാര്യമാക്കണ്ട, അത് ആ സമയത്തേക്ക് ചിലപ്പം വിഷമമായേക്കാം, വിട്ടേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ സെറ്റിൽ അങ്ങനെയായിരുന്നു തന്നത്. പുറകിലിട്ട് അടിച്ച് വെറുതെ அடிക്കുകയൊക്കെ ചെയ്യും. ஐயோ அது அந்த பொண்ணு என் மக மாதிரி, அவளை போய் நான் அடிப்பேனா? அதுவும் ஒரு பொம்பளை பிள்ளைய போய் அடிப்பாங்க யாராவது? சின்ன பிள்ளை அது, அதை போய் யாராவது அடிப்பாங்களா? സൂര്യയെ നായകനാക്കി സംവിധായകൻ ബാല സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു വണങ്ങാൻ. എന്നാൽ പിന്നീട് ചിത്രത്തിലെ നായക സ്ഥാനത്ത് നിന്നും നിർമ്മാതാവ് എന്ന സ്ഥാനത്ത് നിന്നും സൂര്യ പിന്മാറി. പിന്നീട് അരുൺ വിജയിയെ വെച്ച് ബാലചിത്രം പൂർത്തിയാക്കി. ഈ ചിത്രം വരുന്ന ജനുവരി 10 റിലീസാവുകയാണ്. ഇതിന്റെ തിരക്കിട്ട പ്രൊമോഷനിലാണ് സംവിധായകൻ ബാല ഇപ്പോൾ. നേരത്തെ സൂര്യയെ വെച്ച് പ്രഖ്യാപിച്ച വണങ്ങാന്റെ പോസ്റ്റർ വരെ പുറത്തിറങ്ങിയിരുന്നു. സൂര്യയെ വെച്ച് 40 ദിവസത്തോളം ഷൂട്ടിംഗ് നടത്തിയെന്നാണ് വിവരം. മലയാള നടി മമിത ബൈജു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തേണ്ടതായിരുന്നു. അതേസമയം തന്നെ മമിതയെ ബാല ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ തല്ലിയിരുന്നു എന്ന വാർത്ത വന്നിരുന്നു. ഇപ്പോൾ സംവിധായകൻ ബാല തന്നെ ഇതിൽ വിശദീകരണം നൽകുകയാണ്. ഗലാട്ട തമിഴിന് നൽകിയ അഭിമുഖത്തിൽ ബാല പറയുന്നത് ഇതാണ്: എന്റെ മകളെ പോലെയാണ് മമിത. അവളെ ഞാൻ അടിക്കുമോ? അല്ലെങ്കിലും പെൺകുട്ടികളെ ആരെങ്കിലും അടിക്കുമോ? അവൾ ഒരു ചെറിയ കുട്ടിയാണ്. എന്റെ ചിത്രത്തിൽ അന്ന് മുംബൈയിൽ നിന്ന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ആളല്ല. എന്നാൽ ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനും മമിതയ്ക്കും എനിക്ക് മേക്കപ്പ് വേണ്ട എന്ന കാര്യം അറിയില്ലായിരുന്നു. അവർ അവൾക്ക് മേക്കപ്പ് ഇട്ടു. ഷോട്ട് റെഡിയായപ്പോൾ മമിത മേക്കപ്പ് ഇട്ട് വന്നു. അതെനിക്ക് ഇഷ്ടമായില്ല. ആരാണ് മേക്കപ്പ് ഇട്ടതെന്ന് ചോദിച്ച് ഞാൻ കൈയോങ്ങി. ഇതാണ് മമിതയെ തല്ലി എന്ന തരത്തിൽ വാർത്തയായതെന്ന് ബാല പറയുന്നു. ஐயோ அது அந்த பொண்ணு என் மக மாதிரி, அவளை போய் நான் அடிப்பேனா? அதுவும் ஒரு பொம்பளை பிள்ளைய போய் அடிப்பாங்க யாராவது? சின்ன பிள்ளை அது, அதை போய் யாராவது அடிப்பாங்களா? மேக்கப்பு அதாவது பாம்பேலேருந்து வந்த ஆர்டிஸ்ட் சும்மா உட்காந்துருக்கேன்னு சொல்லி மேக்கப்பு போட்டு விட்டுருச்சு. எனக்கு மேக்கப் பிடிக்காதுன்னு தெரியாமல். இவளுக்கும் சொல்ல தெரில, மேக்கப் போடாதீங்க, அவருக்கு பிடிக்காதுன்னு. அப்போ ஷார்ட்டுக்கு ரெடின்னு கூப்பிட்டோடனே பார்த்தா மேக்கப் போட்டிருந்தாங்க. யார் மேக்கப் போட்டா அப்படின்ட்டு அப்படின்னு சும்மா அப்படி அடிக்கிற மாதிரி கை வாங்கினேன். உடனே அடிச்சிட்டேன் அப்படின்னு பரவலா நியூஸ். ஆனால் அங்கே நடந்தது இதுதான் நடந்துச்சு. இதுதான்